നികിതയും പ്രദീപും കുറേ കാലമായി പ്രേമത്തിലാണ്. ഫോൺ വിളിയും സംസാരവും ഒക്കെയുണ്ട്. ഒരു ദിവസം രണ്ടുപേരും ഫോണിൽ ചൊല്ലുന്നത് ബ്ലൂടൂത്ത് സ്പീക്കർ വഴി നികിതയുടെ അച്ഛൻ കേട്ടു. അവളോട് നാളെ തന്നെ പ്രദീപിനെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ ശരിക്കും ഒരു കലിപ്പനാണ്. പക്ഷെ അവരുടെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷൻ, നിന്റെ ഫോൺ ഇവളും ഇവളുടെ ഫോൺ നീയും ഒരു ദിവസം യൂസ് ചെയ്യുക. എന്നിട്ടും ഇഷ്ടമാണെങ്കിൽ അപ്പം തന്നെ കെട്ടി നടത്താം. കേട്ടപാടെ രണ്ടുപേരും ഞെട്ടി. അഥവാ എന്തെങ്കിലും അതിലുണ്ടെങ്കിലോ എന്ന് അവർ ചിന്തിച്ചു. രണ്ടുപേരും ഫോണുകൾ കൈമാറി. അവൻ തിരിച്ചുപോയി. എന്തായാലും രണ്ടുപേർക്കും ലോക്ക് അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല എന്നവർ വിചാരിച്ചു. പക്ഷെ കലിപ്പൻ അച്ഛൻ അവൻ്റെ ഫോണിൻ്റെ ലോക്ക് അവൾക്കും അവളുടെ ലോക്ക് അവനും പറഞ്ഞു കൊടുത്തു. അവൻ അവളുടെ ഫോണിൽ ലോക്ക് തുറന്നപ്പോൾ അവൻ അറിയാത്ത കുറേ ചാറ്റുകളും സീക്രറ്റുകളും കണ്ടു. അവളുടെ ഫോണിൽ അനിയനെ പോലെ എന്ന് പറയുന്ന ഒരുത്തൻ ക്രഷ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചാറ്റ് അവന് കണ്ട് അവളെ വിളിച്ചു കലിപ്പ് കാണിച്ചു. അവൻ അച്ഛനോട് അവളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ 3 ദിവസം തരണമെന്ന് പറഞ്ഞു. അവൾക്ക് അവൻ്റെ ഫോണിൽ നിന്ന് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അച്ഛൻ പറഞ്ഞു, ആ വാട്സപ്പ് നീ ഒന്ന് റീസ്റ്റോർ ചെയ്ത് നോക്കൂ, അപ്പോൾ കിട്ടും എല്ലാം. അവൾ കേട്ടപാടെ വാട്സപ്പ് റീസ്റ്റോർ ചെയ്തു. അവൻ്റെ കുറേ കളികൾ അവളും കണ്ടുപിടിച്ചു. അവൻ്റെ ഫോണിൽ കുറേ പെൺപിള്ളേരുടെ ചാറ്റും ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അവൾ കണ്ടുപിടിച്ചു. അവൻ്റെ ഫേക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അവൻ്റെ ഫ്രണ്ട്സിൽ ആരോ ഒരാൾ നികിതയ്ക്കും അവളുടെ അനിയത്തിക്കും വരെ മോശമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അടിയായി. അവൻ്റെ ഫ്രണ്ട്സുമായിട്ടും അടിയാവുന്നു. പിറ്റേ ദിവസം പ്രദീപിൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. കല്യാണത്തേക്കാൾ പ്രദീപ് ഏത് നേരവും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രദീപ് മാറി നിന്ന് കരയുന്ന കണ്ടപ്പോൾ അവൻ്റെ അമ്മ വന്ന് സമാധാനിപ്പിച്ചു. അവളെ ഒന്ന് പോയി കാണാൻ അവൻ്റെ അമ്മ പറഞ്ഞു. അവരുടെ പ്രശ്നങ്ങൾ ഏകദേശം തീരാൻ പോകുമ്പോഴാണ് അവരുടെ ഫോണിലേക്കെല്ലാം അവളുടെ ഒരു നേക്കഡ് വീഡിയോ വന്നത്. അത് അവളോട് ക്രഷുള്ള ഒരുത്തൻ ചെയ്തതായിരുന്നു. അച്ഛൻ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷേ പ്രദീപ് അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു.